السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, UAE ഖുതുബ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചാണ്. അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. അത് അനുഭവിച്ചറിയുന്നവരാണ് നാം അല്ലാഹുവിനെ വിശ്വസിക്കുമ്പോഴും അല്ലാഹു ചെയ്യരുത് എന്ന് പറയുന്ന തിന്മകൾ നാം ചെയ്യുമ്പോഴും അല്ലാഹു നൽകുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി തന്നെ അവന് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും അതേ യഥാസമയത്തു തന്നെ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ, കാരുണ്യത്തിന്റെ അധിപനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്ക് നമ്മുടെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അല്ലാഹു അവന്റെ അടിമകളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും കരുണയും ചെയ്യുന്നവനാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ ലമ്മാ ഖലൽ ഖൽബ ഖലൽ ഖൽക കതബ ഇൻദഹു ഫൗക അർശി ഇന്ന റഹ്മതി സബഖത് ഗളബി. അല്ലാഹുവിന്റെ സൃഷ്ടികർമ്മം പൂർത്തിയായതിനു ശേഷം അല്ലാഹു അർശിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്ന റഹ്മതി സബഖത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടക്കും. അല്ലാഹുവിന്റെ കോപത്തെ മറികടക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവന്റെ സൃഷ്ടികൾക്ക് അവൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടയിടാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നമ്മെ ഉണർത്തുകയാണ്, ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം 100 വിഹിതമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ 100-ൽ നിന്ന് 1% മാത്രമാണ് ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിം വൽ ഹവാം. ആ 1% മാത്രമാണ് മനുഷ്യർക്കിടയിലും ജിന്നുകൾക്കിടയിലും മൃഗങ്ങൾക്കിടയിലും മറ്റുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികൾക്കിടയിൽ അല്ലാഹു വിതരണം ചെയ്തിട്ടുള്ളത്. ആ 1% നിന്നുകൊണ്ടാണ് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നതും കാരുണ്യത്തോടെ ജീവിക്കുന്നതും. ബാക്കിയുള്ള 99% എന്തിനേറെ പറയണം, ഒരു മൃഗം, ആ മൃഗത്തിന് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം പോലും അല്ലാഹു നൽകിയ 1% നിന്നാണ്. ബാക്കിയുള്ള 99% കാരുണ്യവും അല്ലാഹു ഖിയാമത്ത് നാളിൽ അവനെ വഴിപ്പെടുന്ന അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ എല്ലാവരും തൃപ്തരാണ്. മലക്കുകളും അന്ത്യപ്രവാചകന്മാരും പ്രവാചക ശ്രേഷ്ഠന്മാരൊക്കെയും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ തൃപ്തരാണ്. റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ, നിന്റെ കാരുണ്യവും ഇൽമും എല്ലാ വിഷയത്തിലും വ്യാപിച്ചിരിക്കുകയാണെന്ന് മലക്കുകൾ പറയുമ്പോഴും പ്രവാചക ശ്രേഷ്ഠന്മാരൊക്കെയും അല്ലാഹു നബി സംബോധനം ചെയ്യുന്നത് റബ്ബിനെ ഓർക്കുന്നത് അർഹമുർ റഹീമീൻ, കാരുണ്യത്തിന്റെ അധിപനാണ്, കരുണവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അവിടുത്തെ ശിഷ്യന്മാരോടും അടിമകളോടും അല്ലാഹു നൽകുന്ന വലിയ പാഠമെന്ന് പ്രവാചക ശ്രേഷ്ഠന്മാരൊക്കെയും നമ്മെ പഠിക്കുകയാണ്. ആ കാരുണ്യമാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. നാം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ട അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ, പരിശുദ്ധമായ സ്വർഗം പുൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസമാണ്, എന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ നിരാശയായി കാണുന്നത് വഴിപിഴച്ചവർ മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റഹ്മത്ത് എന്ന് പറയാൻ ഇസ്ലാമിന്റെ ക്വാളിറ്റിയാണ്. മാത്രമല്ല മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഏറ്റവും വലിയ ക്യാരക്ടറാണ് സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളത്. ലാ തുൻസഉ ഇല്ലാ മിൻ ശഖിയ്യ്, കാരണം പരാജിതരിൽ മാത്രമാണ് കരുണയില്ലാത്തത്. പരാജിതർക്ക് മാത്രമാണ് കരുണയുടെ അംശം പോലും അനുഭവിക്കാനുള്ള ശേഷിയില്ലാത്തത്, ഭാഗ്യമില്ലാത്തത്. മറ്റെല്ലാവർക്കും കാരുണ്യം ആവശ്യമാണ്. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹ്മാ,
നമ്മുടെ സഹജീവികളോട്, നമ്മുടെ പ്രവർത്തകരോട്, നമ്മുടെ കൂട്ടുകാരോട് കരുണ കാണിക്കുമ്പോഴാണ് അള്ളാഹു നമ്മോട് കരുണ കാണിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളോട് നാം കരുണയോടെ പെരുമാറുക. അതുതന്നെയാണ് മക്കളെ വളർത്തിയെടുക്കേണ്ടതും അവരെ പഠിപ്പിക്കേണ്ടതും അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും കരുണയുടെ റഹ്മത്തിന്റെ വഴിയിലൂടെ മാത്രമാണ്. അത് അങ്ങനെയുള്ള വീടുകളായി നമ്മുടെ വീടുകൾ മാറണം. മാത്രമല്ല, അധ്യാപകന്മാരോടും ടീച്ചർമാരോടും ഖുതുബ പറയുന്നത് കുട്ടികളോട് വളരെ സ്നേഹത്തോടെയാണ് നാം പെരുമാറേണ്ടത്. കാരണം ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം പെരുമാറുന്ന സകല മേഖലകളിലും, നമ്മുടെ ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നെയ്ബേഴ്സിനോടാണെങ്കിലും എല്ലാവരോടും സ്നേഹം മാത്രം നൽകുക, കരുണയോടെ പ്രവർത്തിക്കുക. അതാണ് പരിശുദ്ധമായ ഖുതുബ നമ്മെ ഉണർത്തുന്നതും ഉപദേശിക്കുന്നതും. അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയമുള്ളത്. പരസ്പരം കാരുണ്യം കാണിക്കുക. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. സഹജീവികളോട് സ്നേഹം കാണിക്കുമ്പോൾ, സഹജീവികളോട് കരുണയും റഹ്മത്തിന്റെ കവാടങ്ങൾ മനുഷ്യന്മാരായ അടിമകളായ നാം ചെയ്യുമ്പോഴാണ് നമ്മയൊക്കെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ റബ്ബ് കാരുണ്യം കാണിക്കുകയുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ജനിച്ചു വളർന്ന പരിശുദ്ധമായ മക്കായിൽ നിന്ന് നാട് വിട്ടു മർദ്ദനം കൊണ്ട് യാതന കൊണ്ട് നാട് വിട്ട് മദീനയിൽ പോയപ്പോഴും എല്ലാ സങ്കടങ്ങൾ മനസ്സിലൊതുക്കിക്കൊണ്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്താകപ്പെട്ട മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം വിജയത്തിന്റെ വിപ്ലവത്തിന്റെ കൊടിയുമായി പതാകയുമായി മക്കയിലേക്ക് തിരിച്ചെത്തുമ്പോഴും അന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ച, ആക്രമിച്ച, തിന്മ കാണിച്ച അവരെ വേണമെങ്കിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ വകവരുത്താമായിരുന്നു, ജയിലടക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ മക്കാ ഖുറൈശികളോട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം സ്വർണ്ണലിപികളായി എഴുതപ്പെടേണ്ട പ്രഖ്യാപനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇത് കരുണയുടെ മതമാണ്. ഇത് അല്ലാഹുവിന്റെ മതമാണ്. ഞാൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവമാണ് നമ്മളിലേക്ക് നാം പകർത്തേണ്ടത്. നമ്മുടെ മക്കളിലേക്കും നമ്മുടെ സ്റ്റുഡൻസിലേക്കും നെയ്ബേഴ്സിലേക്കും നാം പകർന്നു കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം കൊണ്ട് പരിശുദ്ധമായ സ്വർഗം പുൽകാൻ നമുക്കൊക്കെയും നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.